റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ എക്സ്ക്ലൂസീവ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ കർണാടകയിലെ ഭൂമി കുംഭകോണത്തിൽ നിർണായക രേഖ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. BPLന് വേണ്ടി ടെലിവിഷൻ നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ കർണാടക സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമി തിരിച്ചുപിടിക്കാൻ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. TV പ്രസാദും റോഷിപാലുമുണ്ട്. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, ഇതുവരെ നമുക്ക് ലഭിച്ച രേഖകൾ ഈ കുറഞ്ഞ തുകയ്ക്ക് ഈ കർഷകരിൽ നിന്ന് 6 കോടി രൂപയ്ക്ക് KDB ഭൂമി ഏറ്റുവാങ്ങി BPLന് കൊടുക്കുന്നതാണ്. ഇത് പിന്നീട് 313 കോടി രൂപയ്ക്ക് വർഷങ്ങൾക്കു ശേഷം മറിച്ചു വിൽക്കുന്നതാണ്. ഇതിനിടയിൽ ഈ ഭൂമിയിലുണ്ടായിരുന്ന പാട്ടാവകാശം, ലീസിനുള്ള അവകാശം പിന്നീട് ഉടമസ്ഥാവകാശമായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയും നമ്മൾ കണ്ടു. ഇതിലിപ്പോൾ ആദ്യം തന്നെ KDBക്ക് ഈ പാട്ടക്കരാറിൽ സംശയമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖയല്ലേ നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അന്ന് ഭൂമി കൈമാറിയതിനു ശേഷം 10 വർഷത്തിനിപ്പുറം ഒരു വ്യവസായ വികസനവും ആ പ്രദേശത്ത് നടന്നില്ല. അതുകൊണ്ട് ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടി KDB നടത്തിയ നീക്കം എങ്ങനെയാണ് തടയപ്പെട്ടത്? എങ്ങനെയാണ് പിന്നീട് ഈ പാട്ടാവകാശം ഉടമസ്ഥാവകാശമായി മാറുന്നത്? അതെങ്ങനെയാണ് പിന്നീട് കൈവശാവകാശമായും അത് ക്രയവിക്രയത്തിനുള്ള അവകാശമായും മാറുകയും പിന്നീട് കോടികളുടെ ലാഭമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തത്? TV പ്രസാദ്. അരുൺ, ഇത് ഇപ്പോൾ നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയായ BPL അവരുടെ പാട്ടക്കരാർ നിയമം അത് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമി തിരിച്ചെടുക്കാനുള്ള ഇറക്കിയ ഉത്തരവാണ്. കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് അവരാണ് ഈ ഭൂമി ഇവർക്ക് കൊടുക്കുന്നത്. ഭൂമി കൊടുക്കുന്നത് തന്നെ വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയാണ്. BPL കമ്പനി പറഞ്ഞത് കളർ ടെലിവിഷൻ യൂണിറ്റ് സ്ഥാപിക്കാൻ, അതുപോലെ തന്നെ ബാറ്ററികൾ, അതുപോലെ ട്യൂബ്, അങ്ങനെയുള്ള ഫാക്ടറികൾ സ്ഥാപിക്കാൻ എന്ന പേരിലാണ് അപേക്ഷ കൊടുക്കുന്നത്. അപേക്ഷ കൊടുത്തത് 500 ഏക്കറിനാണ്. പക്ഷെ കൊടുക്കാൻ തീരുമാനമായത് 175 ഏക്കറാണ്. പിന്നീട് പാട്ടം അനുവദിച്ചു കൊടുത്തത് 149 ഏക്കർ ഭൂമിയാണ് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവനുസരിച്ച് സാധാരണഗതിയിൽ ഇൻഡസ്ട്രിയൽ വികസനം നടത്തിക്കഴിഞ്ഞാൽ, വ്യവസായ വികസനം നടത്തിക്കഴിഞ്ഞാൽ 10 വർഷത്തിന് ശേഷം ഈ ഭൂമി, അതായത് പാട്ടക്കരാറായി കൊടുക്കുന്ന ഭൂമി ആ കമ്പനിക്ക് കൈമാറാം എന്നാണ് ചട്ടമുള്ളത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി അനുവദിച്ച 149 ഏക്കറിൽ 5% പോലും ചെയ്തില്ല എന്ന റിപ്പോർട്ടാണ് കർണാടക സർക്കാരിൻ്റെ മുന്നിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് പാട്ടക്കരാറിൻ്റെ ലംഘനമാണ് എന്ന് മാത്രമല്ല, 2005 നവംബർ ഇറക്കിയ ഈ ഉത്തരവിൽ പറയുന്നത് ഈ ഭൂമി നമ്മൾ തിരിച്ചെടുക്കുകയാണ് എന്നുള്ളതാണ്. പിന്നീടാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് അട്ടിമറിക്കുന്ന രീതിയിലേക്ക് മാറി ആ പാട്ടക്കരാർ ലംഘിച്ചുകൊണ്ട് ഭൂമി സ്വന്തമാക്കുകയും ചെയ്തത്. ആകെ 149 ഏക്കർ ഭൂമിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിക്കെന്നത് വാങ്ങിക്കാൻ ചെലവായത് 6,40,00,000 രൂപയാണ്. നമുക്ക് കിട്ടിയ രേഖകൾ പ്രകാരം, നമ്മളുടെ കയ്യിലുള്ള രേഖകൾ കണക്ക് കൂട്ടുമ്പോൾ 313 കോടി രൂപയ്ക്ക് അത് മറിച്ചു വിൽക്കുകയാണ്, ഒരു വ്യവസായവും കാര്യമായി തുടങ്ങാതെ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഇതിൽ നിർണായക രേഖയാകുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ BPL പാട്ട നിയമം ലംഘിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ കൊടുത്ത 149 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അരുൺ. ഓക്കെ, റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, ഇത് ഒരു BPL APL ആയ കഥ കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. BPL കമ്പനി അന്ന് പാട്ടക്കരാറിനെടുത്ത ഭൂമിയിൽ അവരുദ്ദേശിച്ച പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് കണ്ട് KDB ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ TV പ്രസാദ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണത്തെ BJPക്ക് ഇനി എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക? നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും കൃത്യമായ ഒരു ഉത്തരവും നൽകിയില്ല എന്നുള്ളതാണ്. അതിനുശേഷവും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു കൃത്യമായ ഉത്തരമേ വരുന്നില്ല, ഒരു മറുപടിയും ഉണ്ടാവുന്നില്ല. ആകെ BPLൻ്റെതായിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എങ്ങനെയാണ് ഇനി പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോവുക? DYFI ഈ വിഷയം ഏറ്റെടുത്തു, CPM ഈ വിഷയം ഏറ്റെടുത്തു, പാലക്കാട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഭൂമി കുംഭകോണം നടത്തിയെന്ന ആരോപണം നേരിടുന്ന ഒരു നേതാവ് സംസ്ഥാനത്തൊരു പാർട്ടിയുടെ അധ്യക്ഷനായി തുടരുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം കടിക്കില്ലേ റോഷി?
അരുൺകുമാർ, സ്വാഭാവികമാണ് പ്രതിഷേധം ശക്തമാകും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ കർണാടകയിലെ ഭൂമി കുംഭകോണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും പ്രതിരോധത്തിലാണ്. BJP നേതൃത്വവും പ്രതിരോധത്തിലാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഈ ആരോപണങ്ങൾക്കും ഈ തെളിവുകൾക്കും മുന്നിൽ മറുപടി പറയാതെ ഒളിച്ചോടുന്ന സാഹചര്യമാണ്. DYFI ഇന്നലെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തി. CPM തന്നെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണമുണ്ടായി. കോൺഗ്രസ് ഈ കാര്യത്തിൽ മൗനം തുടരുന്നു. പാലക്കാട് മാത്രമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം വളരെ ലാഘവത്തോടെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതേസമയം ഈ അഭിഭാഷകൻ ജഗദേഷ് കുമാർ കർണാടക സർക്കാരിന് നൽകിയ പരാതിയിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. നടപടി വൈകിക്കഴിഞ്ഞാൽ അത് BJPയും CPM കോൺഗ്രസും തമ്മിൽ ബന്ധമുണ്ടെന്ന രീതിയിലുള്ള ആരോപണം സംസ്ഥാനത്ത് CPM ഉയർത്തുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ദൊബ്ബാസ്പേട്ടിലെ കർഷകരെ പൂർണ്ണമായും വഞ്ചിച്ചു എന്നടക്കമുള്ള ഗൗരവമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാരിൻ്റെ ഈ കർണാടക സർക്കാരിൻ്റെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കൈമാറിയ ആ ഭൂമി ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ അധീനതയുള്ള BPL കമ്പനി കൈവശപ്പെടുത്തുകയും പിന്നീട് അത് വിൽപ്പന നടത്തുകയും ചെയ്തതിൻ്റെ തെളിവുകളാണ്. പ്രധാനപ്പെട്ട എല്ലാ തെളിവുകളും പുറത്തു വന്നു. അവിടെ ഇപ്പോഴും BJP പ്രതിരോധത്തിലാകുന്നത് രാജീവ് ചന്ദ്രശേഖർ ഈ കാര്യത്തിൽ മൗനം തുടരുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ വിശദീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയെന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, താങ്ക് യു. റോഷിയും TV പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തരവ് കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബോർഡിന്റെ ഉത്തരവാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.